പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. കർത്താവേ, വചനം കേട്ട് ധ്യാനിക്കാൻ ഒരു പ്രേരക ശക്തി അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനത്താൽ നിറഞ്ഞ് നവീകരിക്കപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവെ അനേകരെ നിന്നെങ്കിലേക്ക് അടുപ്പിക്കുന്നവരായിട്ട് ഞങ്ങളെ നീ മാറ്റിയെടുത്ത് നിൻ്റെ പ്രവർത്തകരാക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഇരിക്കണമേ. അടിയൻ വായ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാക്കുകൾ തന്ന് അത് പ്രകടിപ്പിക്കാൻ, അത് പറയുവാൻ അനുഗ്രഹം തരണമേ, കൃപ തരണമേ, ആത്മനിറവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഞാൻ 19-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവീൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവീൻ. പ്രാർത്ഥനയെ പറ്റിയാണ് യഥാർത്ഥത്തിൽ പൗലോസ് ഇവിടെ എടുത്തെഴുതുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ, ദൗർഭാഗ്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. സഹനങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഉണ്ടാകാം. ഈ സമയങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയങ്ങളാണ്. ആ സമയത്തെല്ലാം നാം പ്രാർത്ഥനയിൽ ആയിരിക്കണം. അതിനുള്ള ആഹ്വാനമാണ് പൗലോസ് ഇവിടെ തരുന്നത്. സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് സന്തോഷവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും ഈ പാട്ടുകൾ പാടുമ്പോൾ. അപ്പോൾ സന്തോഷവും ആ പ്രാർത്ഥനയും ബന്ധപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് ഈ വർത്തമാനകാലത്തിൽ കർത്താവിനെ വാഴ്ത്താൻ ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ജീവിതത്തിൽ ജാഗരൂകരായിരിക്കണം. വിവേകപൂർണമായ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ പ്രകടമാക്കാൻ. അങ്ങനെ നമ്മൾ ദൈവിക ജ്ഞാനത്താൽ നിറയണം. ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായിട്ട് തുളുമ്പണം. ഈ ആശയങ്ങളാണ് പൗലോസ് ഈ കാര്യങ്ങളിലൊക്കെയും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും നമ്മൾ പാടിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, പൗലോസ് ഫിലിപ്പിയിലായിരിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സീലാസ് കൂടെ ഉണ്ടായിരുന്നു, ബന്ധനസ്ഥനായിരുന്നു, കാലുകളിലൊക്കെ ആമം വെച്ചിരുന്നു. പക്ഷെ അവർ ചെയ്തത്, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അർദ്ധരാത്രിയിലും അവിടെ കൂടെയുള്ള കാരാഗ്രഹവാസികൾ കേൾക്കുന്നത് പൗലോസും സീലാസും ഇരുന്ന് പാട്ടുപാടി ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതാണ് അവർ കേൾക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ 25-ാം വാക്യം അവർ കീർത്തനം പാടുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ആത്മീയവരങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം കോറിന്തോസുകാർക്ക് പൗലോസ് കോറിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കോരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. എല്ലാവരും കൂടെ കൂടുക,
എന്തിനാ കൂടുന്നത്? ബഹളം ഉണ്ടാക്കാനോ? അല്ല, എല്ലാവരും കൂടി ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എല്ലാവർക്കും ഒരേ കൃപാവരങ്ങളല്ല ലഭിച്ചിരിക്കുന്നത്. സങ്കീർത്തനം വായിക്കാൻ ചിലർക്ക്, സാരോപദേശങ്ങൾ നൽകാം, വെളിപാട് കാണും ചിലർക്കത് വ്യാഖ്യാനിക്കാനുള്ള വരം കാണും. അങ്ങനെ പാട്ടുകൾ പാടിയും പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ച് ഇരിക്കാനാണ് എല്ലാവരും കൂടെ ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഓർക്കണം. പൗലോസ് കൊളോസോസുകാർക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ അവർക്ക് ചില ജീവിത നിയമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പൗലോസ് കൊളോസോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു. ഞാനത് വായിക്കുകയാണ്. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. പരസ്പരം പഠിപ്പിക്കണം, പരസ്പരം ഉപദേശിക്കണം. നമ്മൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിനോടുള്ള കൃതജ്ഞത, സങ്കീർത്തനങ്ങൾ പാടണം, ഗാനങ്ങൾ പാടണം, ആത്മീയ ഗീതങ്ങൾ നമുക്ക് പാടണം. ഇവിടെയൊക്കെ പാടുമ്പോൾ ക്രിസ്തീയ വചനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പാടുക എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും പാട്ടല്ല, ക്രിസ്തീയ ഗീതങ്ങൾ, അതായത് ദൈവവചനങ്ങൾ നിറഞ്ഞു നിൽക്കണം ഹൃദയത്തിൽ. അതായിരിക്കണം പാടേണ്ടത്, അല്ല എന്തെങ്കിലും ഒരു പാട്ട് പാടിച്ച് പോകാനല്ല. പരസ്പര പ്രോത്സാഹനത്തിനായി ഒരു വാക്കോ ഒരു ഗാനമോ അത് നമ്മൾ വിവേകപൂർവം ഉപയോഗിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം തന്നെ ആ കൂട്ടായ്മയിൽ പ്രകടമാകും. ക്രിസ്തു ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം അവർക്കുണ്ടാകും. നമ്മൾ വാക്കുകൊണ്ടോ ഗാനങ്ങൾ കൊണ്ടോ അത് വിവേകപൂർവ്വം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രേരക ശക്തി അങ്ങ് വരും. എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ, ചോദിച്ചാൽ തരുമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങനെ ചോദിക്ക്, കർത്താവ് തരും. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ബോധ്യമാകും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എഫെസസ് ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവീൻ. ഒരാൾ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കാനല്ല, അതും അങ്ങനെ ആകാമല്ലോ, അതല്ല ലീഡർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. പരസ്പരം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പഠിപ്പിക്കാനുള്ള ചുമതല ഒരാളെ ഏൽപ്പിച്ചിരിക്കുക മാത്രമല്ല, ഉത്തരവാദിത്വമുണ്ട് പരസ്പരം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കാനുള്ള ചുമതലയുണ്ട്. നമ്മുടെ ചുമതല എല്ലാവർക്കും ഉള്ള ചുമതലയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ അന്യോന്യം നിർവഹിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരസ്പരമായ ഒരു ആശ്രയത്വം ആവശ്യമാണ്. ഒരാളെ അങ്ങ് ആശ്രയിച്ച് എല്ലാവരും ഇരിക്കുക അല്ല. സത്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുകയും സംശയങ്ങൾ നിവാരണം വരുത്തുകയും അങ്ങനെ ഒരു പരസ്പര ആശ്രയത്വം ഉണ്ടാകണം. പരസ്പരം സംഭാഷിക്കണമെന്നാണല്ലോ വാചകത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനസ്സിൽ വരുന്നതല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ല ഈ പറയുന്നത്. ആത്മീയമായ സംഭാഷണം, അതാണ് പരസ്പര സംഭാഷണം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിന് നമുക്ക് ചില നിർദ്ദേശങ്ങൾ ബൈബിളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അനുദിന ജീവിതത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിയമാവർത്തനം 6-7 വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും
അവയെപ്പറ്റി സംസാരിക്കണം. അതാണ് ഈ സംസാരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പരസ്പരം സംസാരിക്കണം, പിള്ളേരോട് സംസാരിക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. അത് വീട്ടിലായിരിക്കുമ്പോൾ പറയാം, യാത്ര പോകുമ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കാം, കിടക്കുമ്പോൾ പറയാം, എഴുന്നേൽക്കുമ്പോഴും പറയാം. നമ്മൾ പറയുന്നത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കാനല്ല, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. സങ്കീർത്തനം 145:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും, അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ വർണ്ണിക്കാനും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ സംസാരിക്കും, രാഷ്ട്രീയമോ പത്രത്തിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അപകടങ്ങൾ, അറിയണ്ടെന്നല്ല, അപകടങ്ങൾ, മറ്റ് സംഭവങ്ങൾ ഇവിടെയൊക്കെ നടന്നതല്ല, അങ്ങ് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാനും ദൈവത്തിൻ്റെ ശക്തിയെ ഒന്ന് വർണ്ണിക്കാനും നാം സമയം കണ്ടെത്തണം. നമ്മളത് പറയണം. അതല്ലേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. വിശുദ്ധന്മാർ അവരെന്താണ് സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. മലാക്കി പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3-ാം അധ്യായം 16-ാം വാക്യം, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ആരാണ് സംസാരിച്ചത്? കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. എന്താണ് ഇവർ പറയുന്നത്? കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. ഇവരെന്താ സംസാരിക്കുന്നത്? അവർ കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിനെ അവർ ഭയപ്പെട്ടത് കൊണ്ടാണ് അവർ കർത്താവിന് നാമം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. കർത്താവ് അവരൊക്കെ തള്ളിക്കളഞ്ഞില്ല, അവരെ ഓർക്കണം കർത്താവിന്. അതുകൊണ്ട് ഒരു ഗ്രന്ഥം അങ്ങ് തുറക്കപ്പെട്ടു. ആരൊക്കെ എന്നെ ഓർക്കുന്നത്? ആരാണ് എൻ്റെ നാമം ധ്യാനിക്കുന്നത്? ആരാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? കർത്താവ് അത് കേട്ടിട്ട് അവരെ ഓർക്കാൻ വേണ്ടി അത് എഴുതി അവിടെ വെക്കും. സ്മരണയുടെ പുസ്തകം എന്ന് നമുക്ക് പറയാം. നമ്മുടെ സംസാരത്തിൻ്റെ വിഷയം എന്തായിരിക്കണം? അത് യേശുക്രിസ്തു തന്നെ ആയിരിക്കണം നമ്മുടെ സംഭാഷണത്തിൻ്റെ വിഷയം. ഉയർത്തെഴുന്നേറ്റ യേശു ഞായറാഴ്ച തന്നെ ക്ലെയോഫാസ് എന്ന് പറയുന്ന ശിഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. നടന്നു പോകാനുള്ള ഒരു ദൂരമാണ്. ഞായറാഴ്ചയാണെങ്കിലും നിയമപരമായിട്ട് നടക്കാവുന്ന ദൂരമാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ 60 സ്ഥാദിയോൺ ദൂരമുണ്ട്, നടക്കാവുന്ന ദൂരമാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏത് വിഷയമാണ് സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിനെക്കുറിച്ച്. വെള്ളിയാഴ്ച യേശു മരിക്കുന്നല്ലോ. അവൻ്റെ പീഡാനുഭവങ്ങൾ, അവൻ ക്രൂശിൽ കൊല്ലപ്പെടുന്നത്, അടക്കുന്നത് മാത്രമോ ഞായറാഴ്ച രാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. അവരതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. യേശു, ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ കൂടെ ചെന്നു. അവർ മനസ്സിലാക്കിയില്ല യേശു ആണെന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് രണ്ടുപേര് സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു അവരുടെ കൂടെ നടക്കുന്നു. മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, സംസാരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് സ്മരണയുടെ ഒരു പുസ്തകം കർത്താവിന് മുമ്പിൽ എഴുതപ്പെട്ടു. ഇവിടെ കർത്താവ് തന്നെ അങ്ങ് വന്ന് നിൽക്കുക, അവരുടെ കൂടെ അങ്ങ് നടക്കുക. അവർ തിരിച്ചറിഞ്ഞില്ല ഉയർത്തെഴുന്നേറ്റ യേശു ആണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശു ചോദിച്ചു, നിങ്ങളെന്തോ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഒരു അപരിചിതനാണോ? നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അവർ ചോദിക്കുക. അവർ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അവിടെ സംഭവിച്ച വിവരങ്ങളൊക്കെയും
അവർ സംസാരിച്ച് യേശുവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ ഞങ്ങളിങ്ങനൊരു വാർത്തയും കേൾക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ വാർത്തയും ഞങ്ങൾ കേട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 19-27 വാക്യങ്ങൾ പറയുന്നു. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. അവർ പറയുകയാണ്, ഈ കൊല്ലപ്പെട്ട യേശു ശക്തനായ പ്രവാചകനാണ്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ. അതാണ് അവർ പറഞ്ഞത്. യേശുവിന് എല്ലാ മോശം തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം വ്യാഖ്യാനിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ യേശു ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ യേശു കാര്യങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞു കൊടുത്തു. കണ്ട് യേശു കൂടെ നടക്കുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആത്മീയമായ ഒരു പ്രചോദനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഈ 2 ശിഷ്യന്മാരോടൊപ്പം താമസിക്കുവാനായിട്ടാണ് യേശു അവിടെ എമ്മാവൂസിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരിടത്ത് അവർ നേരെ ഉരുട്ടിപ്പോയതുകൊണ്ട് അവിടെ കയറി താമസിക്കാമെന്ന് അവരെ ക്ഷണിച്ചതാണ്. യേശുവും കയറി. അത്താഴത്തിന് സമയമായപ്പോൾ അവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശുവാണ് ആ അപ്പമെടുത്ത് ആശീർവദിച്ച് ഇവർക്ക് കൊടുക്കുന്നത്. കാര്യം അവർക്ക് ഈ അതിഥിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക ധാരണ ഉണ്ടായി കാണും. യേശുവാണ് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ അപ്പം അവർ കൊടുക്കുന്നത്. യേശുവാണെന്ന് അപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ആശീർവദിച്ച അപ്പം അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശു അങ്ങ് അപ്രത്യക്ഷനായി. എന്തൊരു അത്ഭുതകരമായ സംഭവം! അവരുടെ ഹൃദയം അങ്ങ് ജ്വലിച്ചിരുന്നു എന്നവർ പിന്നെ പറയുന്നുണ്ട്. അവർ പറയുകയാണ്, 32-ാം വാക്യം 24-32, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇപ്പോൾ അവർക്കത് മനസ്സിലാക്കാണ് യേശു ഉയർത്തെഴുന്നേറ്റവൻ, അവനാണിപ്പം പ്രതിഷ്ഠപ്പെട്ടത്. അവർ പറഞ്ഞത്, നമ്മളിങ്ങനെ വഴിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ വചനങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് നമുക്ക് തന്നു, നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. അന്നേരം ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ ജ്വലിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. പത്രം വായിച്ച് വിടുന്ന പോലല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് വേണ്ടി പാപ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തു ഇതാ 3-ാം ദിവസം ഞായറാഴ്ച അതിമഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. എടാ, എൻ്റെ കണ്ണ് അവനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അവൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൗലോസ് തൻ്റെ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗാനാലാപം വേണം, ഗാനങ്ങൾ ആലപിക്കണം. അത് മതപരമായ ഒരു ചുമതലയുടെ ഗാനങ്ങൾ ആലപിക്കണം എന്ന് പറയുന്നത്. മറ്റ് സംഗീതങ്ങൾ മത്സര പരിപാടിക്ക് ഏർപ്പെടുന്ന പോലെ മറ്റുള്ളവരെ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നതല്ല. ഈ ഗാനാലാപം എന്ന് പറഞ്ഞത് ആത്മീയമായ തലത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ട് തന്നെ അത് ഭയഭക്തിയോടുകൂടി നടത്തേണ്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 81-ന്റെ 1-ാം വാക്യം പറയുന്നു, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവീൻ. ദൈവത്തെ പുകഴ്ത്തുവാനായിട്ട് ഈ പാട്ട് സഹായകമാകും. യാക്കോബിൻ്റെ ദൈവത്തിൽ ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവീൻ. യേശയ്യ പ്രവാചകൻ എഴുതിയിരിക്കുന്നു 30-ാം അധ്യായം 29-ാം വാക്യം, ഉത്സവരാത്രിയിലെന്ന പോലെ നിങ്ങൾ ഗാനമാലപിക്കും. ഇസ്രയേലിൻ്റെ രക്ഷാശിലയായ കർത്താവിൻ്റെ പർവ്വതത്തിലേക്ക് കുഴൽ നാദത്തിനൊത്തു പോകുമ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കും.
കർത്താവിന് വേണ്ടി പാട്ടുപാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദിക്കും. പഴയ നിയമത്തിലെ ചില ഗാനങ്ങളൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബേർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ കനാൻ നാട്ടിലേക്ക് ജലം കിട്ടാൻ അവർക്ക് വലിയ പ്രയാസമായിരുന്നല്ലോ. ഒരു കിണറിൻ്റെ അരികിൽ ചെന്ന ബേറിൽ അരികിലേക്ക് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അവിടേക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ അവരെല്ലാം കൂടി ഒരു പാട്ട് പാടി ദൈവത്തെ പുകഴ്ത്തി. സംഖ്യാപുസ്തകം 21-17-18 വാക്യങ്ങളിൽ ആ പാട്ട് നമുക്ക് കാണാം. പാട്ടിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: കിണറെ നിറഞ്ഞ് കവിയുക, അതിനെ കീർത്തിച്ച് പാടുവീൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ടും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. ദൈവം ഒരു കിണർ കാണിച്ചു കൊടുത്ത് ആ വെള്ളം അവർക്ക് കിട്ടിയപ്പോൾ അവരാ സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ആ കിണറിനെക്കുറിച്ചൊരു പാട്ട് പാടിയതാണ്. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനയുടെ കൂടെ ഗാനങ്ങൾ ആലപിച്ചിരുന്നു. മർക്കോസ് 14 അധ്യായം 26 വാക്യത്തിൽ അന്ത്യത്താഴത്തിനിരിക്കുമ്പോൾ പെസഹയുടെ ആ ഭക്ഷണ സമയങ്ങളിൽ ഇങ്ങനെ ഗാനം ആലപിക്കുന്ന ഒരു ക്രമം അവർ വെച്ചിട്ടുണ്ട്. അന്ത്യത്താഴത്തിന് ശേഷം സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. ഗാനം ആലപിക്കുന്നൊരു ക്രമം ഇതിൽ ഉണ്ട്. ആ ക്രമം അനുസരിച്ച് ചെയ്തതായിരിക്കാം. അവർ സ്തോത്രഗീതം ആലപിച്ചു. അതിനുശേഷം എല്ലാവരും കൂടെ അവർ ഒലിവുമലയിലേക്ക് പോയി. നമുക്കറിയാമല്ലേ, ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. പണ്ടത്തെ പാട്ടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് ഒന്നാമത്തെ കാര്യം അവർ പതിവായിട്ട് പാടിയിരുന്നു. യെരുശലേം ദേവാലയത്തിലെ ഒരു കാര്യമാണ്. 1 ദിനവൃത്താന്തം 9 അധ്യായം 33 വാക്യം. ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. അവർ രാവും പകലും ഗാനം ആലപിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. വീട്ടിൽ പോയിരുന്നാലൊക്കത്തില്ല. അതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ തന്നെ അവർ പാർത്തു. അവർ മുഴു സമയം ഇതിനങ്ങ് ഏർപ്പെട്ടിരിക്കുക. മറ്റ് ജോലികളൊന്നും അവർക്ക് കൊടുത്തിട്ടുമില്ല. അന്ന് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സഹോദരന്മാരെ നിയമിച്ചിരുന്നു. 1 ദിനവൃത്താന്തം 15-16. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബ തലവന്മാരോട് ആജ്ഞാപിച്ചു. ഈ സംഗീത ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പാടുന്നത്. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ സാമർത്ഥ്യം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതരുതെന്ന് മാത്രം. ദൈവമഹത്വത്തിന് വേണ്ടി ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പാടാം. എന്ന് മാത്രമല്ല, അന്നവർ പാടുന്ന ആൾക്കാരെ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. 1 ദിനവൃത്താന്തം 15-22 പറയുന്നു: ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. വലിയ ഒരു സംഗീത സദസ്സും ഉണ്ടായിരുന്നു. 5-6 പേരല്ല. 1 ദിനവൃത്താന്തം 25 6-7. ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യദൂഥവാൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288 പേര്. ഗാനം ആലപിക്കാൻ പ്രത്യേക പരിശീലനം നേടിയവരൊക്കെയാണ്.
288 പേര്. സൈനിക സംഗീതക്കാർ ഉണ്ടായിരുന്നു. അവർ വിജയപ്രദമായിട്ട് ഇവരെ നയിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20-21 വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവീൻ, അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവർ ഗായകരെ നിയമിച്ചു. കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ്, ഇതാണ് ആ പാട്ടിലെ പാടേണ്ട കാര്യം. ഇനി 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലോട്ട് നമുക്ക് കയറാം. 20-ാം വാക്യം ഇങ്ങനെയാണ്: എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഒരു കാര്യം, കൃതജ്ഞത അർപ്പിക്കണം. ഏതിന്? എല്ലാ കാര്യത്തിനും വേണ്ടി. എപ്പോഴും എല്ലാ കാര്യത്തിനും വേണ്ടി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയതിരിക്കുക എല്ലാം ദൈവത്തിൽ നിന്ന് ദാനങ്ങളാണ്. നമ്മൾ എന്തായിരിക്കുന്നു, എന്ത് ലഭിച്ചോ, എത്ര നാൾ ജീവിച്ചോ, ഇത്ര നാൾ ജീവിച്ചില്ലേ, അതും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അവന് നമ്മൾ കൃതജ്ഞത പറയാൻ കടപ്പെട്ടവരാണ്. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കൃതജ്ഞത അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 50-14 പറയുന്നു: കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി, അത്യുന്നതനുള്ള നിൻ്റെ നേർച്ചകൾ നിറവേറ്റുക. നിൻ്റെ ബലി എന്ന് പറയുന്നത് കൃതജ്ഞതയായിരിക്കട്ടെ. എന്തെങ്കിലും ബലി ആടിനെ അർപ്പിച്ചതോ, ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ സസ്യപദാർത്ഥങ്ങൾ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചതോ ഒന്നും വേണ്ടെന്നല്ല. അതൊന്നും അല്ലതിനെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠമായ ബലി എന്ന് പറയുന്നത് കൃതജ്ഞത പറയുന്നതാണ്. അതായിരിക്കട്ടെ നിൻ്റെ ബലി. ഫിലിപ്പിയർ 4:6 പൗലോസ് പറയുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും. നമ്മുടെ യാചനകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. കൃതജ്ഞത പറയുകയും വേണം. ഇതുവരെയും ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് കർത്താവേ നന്ദി. അല്ല, ഇപ്പോൾ ഞാൻ അപേക്ഷിച്ചത് നീ തന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ നന്ദി. കൃതജ്ഞതയോടുകൂടി നമ്മുടെ അപേക്ഷ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ മതി. കൊളോസോസിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, ചെയ്യുന്നത് വാക്കാലും ചെയ്യാം, പ്രവൃത്തിയാലും ചെയ്യാം, അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവീൻ. 1 തിമോത്തിയോസ് 4:4-5 വാക്യം പറയുന്നു: ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ്, കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല. കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് എല്ലാം സ്വീകരിക്കാം. ഭക്ഷണ പദാർത്ഥത്തിൻ്റെ കാര്യമാണേലേ ഇന്ന സാധനം ഭക്ഷിക്കരുത് അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കണ്ട. നോയമ്പ് കാലത്തിൻ്റെ കാര്യമല്ല. നമ്മൾ അശുദ്ധമായ വസ്തുക്കൾ, ശുദ്ധമായ വസ്തുക്കൾ, അശുദ്ധമായ ജീവികൾ, ശുദ്ധമായ ജീവികൾ, ഇങ്ങനെയൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ ഇന്നതൊക്കെ ഭക്ഷിക്കാവൂ, ഇന്നതൊന്നും ഭക്ഷിക്കരുതെന്നുള്ള ആ വേർതിരിവ് അതൊന്നും നമുക്ക് ബാധകമല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. നമ്മളത് സ്വീകരിക്കുമ്പോൾ കൃതജ്ഞതാപൂർവ്വം സ്വീകരിക്കണം. അതാണ് എൻ്റെ പ്രാധാന്യം. ഇതെനിക്ക് തന്നല്ലോ കർത്താവേ, സ്തോത്രം, നീ തന്നു, ഞാൻ കഴിക്കുന്നു. കൃതജ്ഞതാപൂർവ്വമാണ് സ്വീകരിക്കുന്നെങ്കിൽ അത് നല്ലതാണ്, ഒന്നും നിരാകരിക്കേണ്ടതില്ല. ഇത് ഞാൻ ഭക്ഷിക്കത്തില്ല അങ്ങനെയൊന്നും പറയണ്ട. എല്ലാം ദൈവം തന്നതും അത് നല്ലതുമാണ്, ഒന്നും നിരാകരിക്കേണ്ടതില്ല. ഈ സാധനങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ നമുക്ക് ധൃതിയാണ്. നമ്മൾ പെട്ടെന്ന് കൈ കഴുകുന്നുണ്ടായിരിക്കും, കൈ കഴുകിയിട്ട് വന്ന് പെട്ടെന്ന് ഈ ഭക്ഷണം അങ്ങ് കഴിക്കും. അതിൻ്റെ ഇഷ്ടമുള്ള നല്ല സാധനങ്ങളൊക്കെ പെട്ടെന്നൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ നമുക്ക് ധൃതിയാണ്. അവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ഒന്ന് വിശുദ്ധീകരിക്കണം.
വിശുദ്ധീകരിക്കപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കണം. എങ്ങനെ വിശുദ്ധീകരിക്കാൻ സാധിക്കും? ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് വിശുദ്ധീകരിക്കപ്പെടുന്നു. നാം കഴിക്കുന്ന ഭക്ഷണ സാധനം വചനത്താൽ, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് കഴിക്കണം. നമ്മൾ ചില വലിയ ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കല്യാണത്തിനോ വേറെ ചില ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇന്ന് അച്ഛൻ അനൗൺസ് ചെയ്യും. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കഴിച്ച് തുടങ്ങുന്നത്. നല്ലത് തന്നെയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടൊരു കൃതജ്ഞതാ പ്രാർത്ഥന ചൊല്ലാൻ പിന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഭക്ഷണത്തിന് മുമ്പൊരു പ്രാർത്ഥന നമ്മൾ നടത്തുന്നത് നല്ലതാണ്. കുടുംബങ്ങളിൽ ചിലപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഉള്ളൊരു ഭക്ഷണ സമയമാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണത്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെടാൻ നല്ലതാണ്. ഇല്ല, നമ്മൾ ഓരോരുത്തർക്കുള്ള ഭക്ഷണം അതാണ് നമ്മുടെ ക്രമീകരണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാചകം പറഞ്ഞോ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മൾ ഈ ഭക്ഷണ സാധനത്തെ വിശുദ്ധീകരിക്കുന്നു, നമ്മൾ അത് കഴിക്കുന്നു. അങ്ങനെ ചെയ്യണം. ഏതായാലും കൃതജ്ഞതയുടെ കാര്യത്തിൽ നമ്മൾ പുറമോട്ട് പോകരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കടമയാണത്. 10 കുഷ്ഠരോഗികളെ യേശു കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരുമൊത്ത് ജെറുസലേമിലേക്ക് പോവുകയാണ്. 10 കുഷ്ഠരോഗികൾ യേശു അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിശയം തോന്നി. ഈ നല്ലൊരു സന്ദർഭമാണല്ലോ, കുഷ്ഠരോഗമൊക്കെ അങ്ങ് മാറുമല്ലോ. അവരെന്ത് ചെയ്തു? ഉറക്കെ സ്വരമുയർത്തി അപേക്ഷിച്ചു, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമേ. യേശു അവരെ വിളിച്ച് നിങ്ങളെ പുരോഹിതന്മാരെ കാണിച്ച് അവരുടെ സാക്ഷ്യത്തിന് വേണ്ടി അവരെ കാണിക്കാൻ പറഞ്ഞു. പല രീതിയിൽ യേശുവിന് ചെയ്യാം. അങ്ങനെ യേശു ചെയ്തിട്ടുണ്ട്. വേണേൽ അന്നേരം തന്നെ തൊട്ട് സുഖപ്പെടുത്തി യാത്ര അയക്കാം. പക്ഷെ ഇവിടെ യേശു ചെയ്തത്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ച് അവരുടെ സാക്ഷ്യപത്രം വേണമല്ലോ ഇവർ സുഖപ്പെട്ടു എന്നുള്ളതിന്. പുരോഹിതന്മാരെ കാണിക്കാൻ പറഞ്ഞു. വാക്കനുസരിച്ച് അവർ പുരോഹിതന്മാരെ കാണിക്കാനായിട്ട് പോയി. പോകും വഴി അവർ സുഖപ്പെട്ടു. 10 പേര് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ സുഖപ്പെട്ട് സന്തോഷമായി അവർ പോയി കാണും. അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുത്തും പോയി കാണും. അതിലൊരാൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. യേശുവിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു. സാധാരണ രീതിയിൽ തന്നെ അത് നന്ദി പറയേണ്ട ഒരു കാര്യമാണല്ലോ. കുഷ്ഠരോഗം ഒരിക്കലും സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത, ചികിത്സയില്ലാത്ത ഈ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. എന്തൊരു സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നന്ദി പറയാൻ ഒരിക്കലും മടിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു മനുഷ്യൻ തിരിച്ചു വന്നു, സാഷ്ടാംഗം വീണ് യേശുവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഇതാ യേശു ചോദിച്ചത്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത കർത്താവിടെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ, അത് പറയുന്നു. അത് മാത്രമല്ല യേശു സൂചിപ്പിച്ചത്, താൻ ദൈവമാണെന്ന് കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. തിരിച്ചു വന്ന ആരെയാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നന്ദി പറഞ്ഞത്?
യേശുവിനോടല്ലേ. ദൈവത്തോട് നന്ദി പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ, 9 പേർക്ക് തോന്നിയില്ലല്ലോ, ഒരാൾക്ക് തോന്നി. അപ്പോൾ ആരോടാണ് പറഞ്ഞത്? യേശുവിനോട്. അതിൻ്റെ അർത്ഥം യേശു ദൈവമാണെന്നാണ്. അപ്പോൾ ആ കാര്യം യേശു ഇവിടെ വെളിപ്പെടുത്തി. അത് വെളിപ്പെട്ട് കിട്ടാനോട് ഈ തിരിച്ചു വന്ന ആളിന് യോഗ്യതയുണ്ടായി, അവനത് കേട്ടു. ഇവിടെ നമ്മൾ വായിച്ചത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കണം എന്നൊരു കാര്യമാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. യേശുക്രിസ്തുവിന് എത്ര പേരുണ്ട്? ധാരാളം പേരുണ്ട്. തീരെ കുറഞ്ഞാലും 100-ൽ കുറയാതെ പേരുകൾ നമുക്ക് ബൈബിളിൽ നിന്ന് എണ്ണിയെടുക്കാൻ സാധിക്കും. ഏതാനും പേരുകൾ ഇതൊക്കെയാണ്: അത്യുന്നതൻ്റെ പുത്രൻ, ആദ്യനും അന്തനും, ഇടയശ്രേഷ്ഠൻ, എന്നേക്കും വാഴ്ത്തപ്പെട്ട ദൈവം, ജീവൻ, ജീവൻ്റെ അപ്പം, പ്രകാശം, മൂലക്കല്ല്, രക്ഷിതാവ്, വാതിൽ, പൂർത്തി വരുത്തുന്നവൻ. ഇങ്ങനെ തുടങ്ങി എണ്ണി നോക്കിയാൽ ധാരാളം 100-നോടടുത്ത് പേരുകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അന്നന്ന് വേണ്ട അപ്പത്തിന് വേണ്ടി നമ്മൾ യാചിക്കുമ്പോൾ, അന്നന്ന് വേണ്ട അപ്പം തന്ന് നമ്മൾക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ ദൈവം തരുമ്പോൾ, നമ്മൾ അന്നേരം ഒരു കാര്യം പറയണം: എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചല്ലോ, നീ തന്നല്ലോ, നീ ജീവൻ്റെ അപ്പമാണല്ലോ. ജീവൻ്റെ അപ്പമായ നീ എനിക്ക് ദൈനംദിനം ഉപയോഗിക്കേണ്ട ഈ ലൗകികമായ ഈ അപ്പം, എൻ്റെ പ്രാർത്ഥന നീ കേട്ട് തന്നതിനായി കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നൊരു വാക്യം കൂടെ നമ്മൾ പറയണം. ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. നമുക്ക് ഒരു വാക്യം കൂടെ എൻ്റെ അകത്ത് നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടും എന്ന് തോന്നുന്നു. 5:21 വാക്യം: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. അതാണ് 21ാമത്തെ വാക്ക്. നമ്മൾ പരസ്പരം വിധേയരായിരിക്കണം. അത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്. അവൻ്റെ കർത്തൃത്വത്തെ നാം സ്വീകരിക്കണം. ലൂക്കോസ് 6:5 പറയുന്നു, യേശു അവരോട് പറയുക: മനുഷ്യപുത്രൻ ശാബതത്തിൻ്റെയും കർത്താവാണ്. ഒരു ശാബതത്തിൽ യേശു നടന്നു പോവുകയാണ്. ശിഷ്യന്മാരെ കൂടുണ്ട്. ശാബത്താണ്. വിശന്നത് കൊണ്ട് ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കയ്യിലിട്ടിങ്ങ് തിരുമ്മി അങ്ങ് തിന്നു. അത് കണ്ട് പരീശർക്ക് അത് ഇഷ്ടമായില്ല. ശാബത്ത് ലംഘിക്കുകയാണെന്ന് അവർ പറയുന്നത്. കുറ്റമൊക്കെ പറഞ്ഞപ്പോൾ യേശു അവരോടൊക്കെ ഒരു മറുപടി കൊടുത്തു: മനുഷ്യപുത്രൻ ശാബതത്തിൻ്റെയും കർത്താവാണ്. യേശുവാണല്ലോ മനുഷ്യപുത്രൻ, ശാബതത്തിൻ്റെ കർത്താവാണ്. ശാബത്ത് ആചരിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ കൽപ്പനയുണ്ട്. നിയമാവർത്തനം 5:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ: നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ ശാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. ഇതാണ് കൽപ്പന. ഒരു പ്രമാണം നൽകാനോ അത് മാറ്റാനോ അതിൽ ചില മാറ്റങ്ങൾ വരുത്താനോ ആ പ്രമാണം നൽകിയ ദൈവത്തിന് അധികാരമില്ലേ? യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ശാബത്തിൻ്റെയും കർത്താവാണ്. കൽപ്പന തന്നത് ഞാനാ, തിരുത്തുന്നത് ഞാനാ, മാറ്റുന്നത് ഞാൻ. എനിക്ക് എൻ്റെ കർത്തൃത്വമുണ്ട്. ഞാനാണ് കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:36 പത്രോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. യേശു സകലത്തിനും മുമ്പുള്ളവനാണ്. യോഹന്നാൻ 3:31 പറയുന്നു, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. എല്ലാവർക്കും ഉപരി. ക്രിസ്തു മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവാണ്. റോമർ 14:9 പറയുന്നു, മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവ് ആയിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും ജീവിച്ചതും. ക്രിസ്തുവിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് പോലും നിത്യമാണ്. യെശയ്യാ 9:6 പറഞ്ഞിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചാണല്ലോ, യേശു ക്രിസ്തുവിനെക്കുറിച്ച്.
നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശുവിന് പ്രകൃതിയുടെ മേൽ ആധിപത്യമുണ്ട്. യേശുവിന് പ്രകൃതിയുടെ മേൽ ആധിപത്യമുണ്ട്. ഒരു ദിവസം യേശു ശിഷ്യന്മാരും കൂടെ കടലിൻ്റെ അക്കരയ്ക്ക് വള്ളത്തെ കയറി പോവുകയാണ്. യേശു ക്ഷീണിതനായിരുന്നത് കൊണ്ട് അതിലൊന്ന് കിടന്നുറങ്ങി. പെട്ടെന്ന് തടാകത്തിലൊരു കൊടുങ്കാറ്റടിച്ചു. ഈ വഞ്ചിയിലേക്ക് വെള്ളം കയറി. അവരാകപ്പാടെ അങ്ങ് ഭയന്ന് പോയി, അപകടത്തിലായി. അവർ യേശുവിനെ വിളിച്ചുണർത്തി. യേശു ഉണർന്ന കാറ്റിനെയും കടലിനെയൊക്കെ ശാസിച്ചു. എല്ലാം ശാന്തതയുണ്ടായി. ലൂക്കോസ് 8-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. കാറ്റിനോട് കൽപ്പിക്കാനും വെള്ളത്തോട് കൽപ്പിക്കാനും അധികാരമുള്ളവൻ ഇവൻ ആരാണ്? അവൻ യഥാർത്ഥ ദൈവമാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നില്ല. യേശു സഭയുടെ തലവനോടാണ്. എഫേസ്യസ് 1:22-23 പൗലോസ് എഴുതിയിരിക്കുന്നു, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് യേശു ക്രിസ്തു. എല്ലാ ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 22-ാം വാക്യം, യേശു ക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടുത്തേക്ക് കടപ്പെട്ടുമിരിക്കുന്നു. നമ്മൾ പരസ്പരം വിധേയരായിരിക്കുവാനാണ് വാക്യത്തിൽ പൗലോസ് പറയുന്നത്. നമ്മൾ സഭാധികാരികളോട് വിധേയത്വം കാണിക്കണം. ഹെബ്രായർ 13:17 പറയുന്നു, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവീൻ. കണക്ക് ഏൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിനിടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. 1 പത്രോസ് 5:5 പറയുന്നു, യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവീൻ, പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവീൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ആ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയിരിക്കണം. മത്തായി 6:10, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. മത്തായി 26:39 പറയുന്നു, അവൻ അല്പദൂരം ഗത്സമേനെ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. മുന്നോട്ട് എന്ന് കവിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ, നിൻ്റെ ഹിതം നിറവേറിയാൽ മതി എന്നാണ് ആ പ്രാർത്ഥനയുടെ സൂചന. റോമർ 6:13 പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് നിങ്ങളെ തന്നെ ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവീൻ. യാക്കോബ് പറഞ്ഞിരിക്കുന്നു 4:7, ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവീൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവീൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലും. ദൈവത്തോട് എപ്പോഴും നമ്മൾ ഭയഭക്തിയുള്ളവരായിരിക്കണം. സങ്കീർത്തനം 33:8 പറയുന്നു, ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ, ഭൂവാസികൾ അവിടുത്തെ മുമ്പിൽ ഭയത്തോടെ നിൽക്കട്ടെ. മത്തായി 10:28 പറയുന്നു, ശരീരത്തെ കൊല്ലുകയും
ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ. പത്രോസ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 1 പത്രോസ് 2:17 എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവീൻ, നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുവീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിക്കുവീൻ. വെളിപാട് 14-ാം അധ്യായത്തിൽ ഒരു സനാതന സുവിശേഷം ഒരു ദൂതൻ പ്രഖ്യാപിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. 14:7 അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരു ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവീൻ, എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവീൻ. കർത്താവിൻ്റെ ഭക്തന്മാരുടെ മേൽ കരുണ വർഷിക്കും എന്ന് വാഗ്ദാനമുണ്ട്. ലൂക്കോസ് 1:50 പറയുന്നു, അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. സമയം ഇച്ചിരി നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. 5:21 വരെയാണ് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. ആത്മീയ വരങ്ങൾ ആത്മീയ ഉത്കർഷത്തിനായി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ആത്മീയ സംഭാഷണത്തിൽ ദൈവവചനങ്ങൾ ഉണ്ടായിരിക്കണം. ക്രിസ്തു സംഭാഷണത്തിൻ്റെ വിഷയമായിരിക്കണം. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ഹൃദയം അങ്ങനെ ജ്വലിക്കണം. സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചും വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചും ഒക്കെ പണ്ട് പാടിയിരുന്നു. അത് വിലക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് എല്ലാറ്റിനും വേണ്ടി കൃതജ്ഞത അർപ്പിക്കണം. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നമ്മൾ പരസ്പരം വിധേയരായിരിക്കണം. ഇനി അടുത്ത 153-ാമത്തെ എപ്പിസോഡിൽ എഫെസ്യർ 5:22 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. സകലതും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.